ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റോസ്. സ്ഥിരം വീഡിയോ ഇടുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ വെൽക്കം ബാക്ക് പറയാറില്ല. ഒരു ഗ്യാപ്പ് എടുക്കുന്ന സമയത്തേ പറയാറുള്ളൂ. ഞാൻ പോയതിനേക്കാളും നല്ല സന്തോഷത്തിലാണ് കേട്ടോ തിരിച്ചു വന്നേക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ വായിച്ചു. എവ്രിതിങ് വാസ് വെരി നൈസ്. അതിനും ഈ എൻ്റെ അന്നത്തെ ആ ഒരു വിഷയം തന്നെ ഒരാൾ ഉപയോഗിച്ച ചോയ്സ് ഓഫ് വേർഡ്സ് ആയിരുന്നല്ലോ. നിങ്ങൾ ചൂസ് ചെയ്ത എല്ലാ വേർഡ്സും ഇറ്റ് വാസ് വെരി വെരി മച്ച് കംഫർട്ടിങ്. എസ്പെഷ്യലി മാർഗ്രറ്റ് എന്ന് എനിക്ക് നെയിം കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് മീനു കുട്ടീസ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അതിൽ കറക്റ്റ് നെയിം അല്ല കേട്ടോ വരുന്നത്. പലർക്കും @ എന്നും പറഞ്ഞ് എന്തൊക്കെയോ നമ്പേഴ്സൊക്കെയാണ് കാണിക്കുന്നത്. ആൻഡ് ദ കമൻറ്റ് വാസ്, ഞാൻ എല്ലാ വീഡിയോസും കാണുന്നതാണ്, യു നീഡ് എ ബ്രേക്ക്, കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റായിരുന്നു അത്. ആൻഡ് ഐ ടു തോട്ട് ശരിയാണ്, ഒരു ബ്രേക്ക് എടുക്കാം. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഞാനൊന്ന് ഫ്രീ ആയിട്ടിരുന്നിട്ട് തിരിച്ചു വന്നേക്കാണ്. ഇത് ലാസ്റ്റ് വെനസ്ഡേ ഈവനിങ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ ഓഡിയോ ആഡ് ചെയ്തില്ല. ഐ വാസ് ടേക്കിംഗ് എ ബ്രേക്ക് ഓഫ് കോഴ്സ്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇവർ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ബാക്കി സാധനങ്ങളൊന്നും എടുത്ത് ഇറക്കി വെക്കത്തില്ല. ഞാൻ മീൻകറിയും പിന്നെ ഇത്തിരി വെജിറ്റബിളൊക്കെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്കാക്കി. മീൻകറി മാറ്റിയതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട്. നാളെ സ്കൂളിൽ സ്പോർട്സാണ്. ചിൽഡ്രൻസ് ഡേ എല്ലാ വർഷവും സ്പോർട്സ് ഡേ ആയിട്ടാണ് കേട്ടോ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മീൻകറി ഇരുന്നാൽ രാവിലെ ഗോതമ്പ് പുട്ട് പുഴുങ്ങിയാൽ ബ്രേക്ക്ഫാസ്റ്റായി. പിന്നെ ലഞ്ച് മാത്രം നോക്കിയാൽ മതി. കുറച്ച് നേരത്തെ സ്കൂളിൽ പോകേണ്ടതുണ്ട്. നമ്മുടെ സ്പോർട്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ 100 മീറ്റേഴ്സ് റേസ്, 200 മീറ്റേഴ്സ് റേസ് അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു കുഞ്ഞു ഗ്രൗണ്ടാണുള്ളത്, കുറച്ച് കുട്ടികൾ. അപ്പോൾ ഒരു എന്താ പറയുന്നത്, സ്പോർട്സ് എന്ന് പറയുന്നതിനേക്കാളും സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കുറച്ച് ഫൺ ഗെയിംസ് ഒക്കെയാണ് യൂഷ്വലി നമ്മൾ ചിൽഡ്രൻസ് ഡേക്ക് അവിടെ സെറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നാളെ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ. അറിയാമല്ലോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ബിരിയാണിയാണ്. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞാൽ വെജിറ്റബിൾ, പിന്നെ ഒഴിച്ച് കറി, വറുത്തത്, ഇതിനെല്ലാമായിട്ട് ഞാൻ എൻ്റെ സമയം കളയേണ്ടി വരത്തില്ല. ചിക്കൻ ഓൾറെഡി നമ്മൾ മന്തിക്ക് മേടിച്ചപ്പോൾ വലിയ പീസസ് ആയിട്ടാണ് മേടിച്ചത്. അതിൻ്റെ അകത്തുനിന്നൊരു 2 ലെഗും ഒരു വലിയ പീസും ഞാൻ മാറ്റി വെച്ചിരുന്നു. അതിലിപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, കുരുമുളക് പൊടി, ലേശം കുരുമുളക് പൊടി കേട്ടോ, അതത്രയേ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇട്ടല്ല ഞാനത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കല്ലിൽ വെച്ച് ചതച്ച് ഇട്ടു. ഈ വാൾപേപ്പർ ഒട്ടിച്ചിട്ട് അത് റഫ് യൂസിന് പറ്റില്ല. കല്ല് നമ്മൾ അങ്ങനെ എടുത്ത് വെച്ചിട്ട് നല്ല ഹാർഡായിട്ട് ഇരിക്കരുത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കാനായിട്ട് 2-3 ഇടി അതിൽ കൊണ്ടാൽ മതി. അപ്പോൾ ഞാൻ താഴത്തെ ആ കല്ല് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ടാണ് മേളിൽ അത് വെച്ച് ഇടിക്കുന്നത്. തറയിലോട്ട് ആ ഫോഴ്സ്, അതായത് നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിലോട്ട് ആ ഫോഴ്സ് പോകത്തില്ല. നമ്മുടെ ഒട്ടിച്ചിരിക്കുന്ന വാൾപേപ്പർ ചീത്തയാവും അങ്ങനെ നമ്മൾ യൂസ് ചെയ്താൽ. മന്തിക്ക് വെട്ടിയ പീസായതുകൊണ്ട് അത്യാവശ്യത്തിൽ കൂടുതൽ വലിപ്പമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കത്തി വെച്ചിട്ട് ഒരു വെട്ടും കൂടി ഇട്ടു. അപ്പോൾ അതിനകത്തേക്കെല്ലാം മസാല കയറുമല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ പച്ച ഇതായിട്ടിരിക്കും പിച്ചുമ്പോൾ. അങ്ങനെ ആ 3 പീസിലും നല്ലപോലെ അവിടെ ഇവിടെയും വരകളൊക്കെ ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും തൈരും കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് ആഡ് ചെയ്തത്. അതാണ് ഇപ്പോൾ കളറൊന്ന് മാറിയത്, ആ റെഡ്നെസ് എന്ന്. ബിരിയാണിക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിൽ മല്ലിപ്പൊടി വേണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബിരിയാണി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന കൂട്ടെന്ന് പറഞ്ഞാൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പെപ്പർ പൗഡർ ലേശം മതി കേട്ടോ. ഒരുപാടാവുന്നത് ബിരിയാണിക്ക് നല്ലതല്ല. മുഴുവൻ പെപ്പർ ഇടുന്നതാണ് ടേസ്റ്റിന് നല്ലത്. പെപ്പർ പൗഡർ ഞാനൊരു ലേശം മാത്രമേ അതുകൊണ്ട് ചേർത്തിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ നമ്മുടെ കട്ടത്തൈരും, അധികം പുളിയില്ലാത്ത കട്ടത്തൈര്. നാളെ ബിരിയാണി വെക്കാനായിട്ട് ഇന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിനും ഫ്രിഡ്ജിനും ഇടയ്ക്കായിട്ടുള്ള ഡ്രോയിൽ അത് ചില്ലറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. സവാള ഉരിച്ചത് അരിയാതെയാണ് എടുത്തത് എന്ന് ലാസ്റ്റ് വീഡിയോയ്ക്ക് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു. ഇതിന് ഞാൻ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് മാറ്റണം. അപ്പോൾ ഞാൻ ചില സമയത്ത് അത് കാണിക്കാത്തതാണ്. ഫോർ എക്സാമ്പിൾ, കത്തി കൊണ്ട് 3 വെട്ട് വെട്ടുമ്പോൾ നമ്മുടെ സവാള ഇത്രയും ചെറുതായിട്ട് നുറുങ്ങി വരില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്കുള്ള പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നതാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ. അതുപോലെയാണ് ചിലപ്പോൾ പച്ചക്കറികളായാലും കിഴങ്ങായാലും ഞാൻ ഉരിക്കുന്നത് കാണിച്ചിട്ട് പിന്നെ ഞാൻ അരിയുന്നതായിരിക്കും കാണിക്കുന്നത്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഞാൻ വാഷ് ചെയ്യാതെയാണ് അരിയുന്നതെന്ന് അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. നൊവേന തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഈ കേട്ടതാണ് ബുധനാഴ്ച വൈകുന്നേരങ്ങളിലെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം. ഈ പാട്ടാകുമ്പോൾ കോപ്പിറൈറ്റ് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് അമ്മു പാടുന്നതാണ് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ ലൂക്കായുടെ സിസ്റ്ററാണ് അമ്മു. മുൻപത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ലൂക്ക ആരാണെന്ന് മനസ്സിലാവും. കുക്കു സാറിനെ ഞാൻ കടപ്പുറത്ത് ഇറങ്ങി കളിക്കാൻ സമ്മതിക്കാറില്ല. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ നീന്തൽ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് പേടിയാണ് കടപ്പുറത്ത് കളിക്കാൻ വിടാനായിട്ട്. ദേ ആ റോഡിൻ്റെ സൈഡിൽ മഞ്ഞ ബോളിൻ്റെ മേളിലായിട്ട് അവൻ ഇരിപ്പുണ്ട്. ഞാൻ സൂം ചെയ്തപ്പോൾ ആ പുല്ലിനൊക്കെ അതേ നിറമായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ആലനും നിലുവും കൂടെ കടയിൽ പോയിട്ട് ജ്യൂസും നാളത്തേക്ക് പെപ്സി, സ്പോർട്സിൻ്റെ ദിവസം കുക്കു സാറ് പെപ്സി ആട്ടോ സ്കൂളിൽ കുടിക്കാൻ കൊണ്ടുപോകുന്നത്. അതും പിന്നെ സ്നാക്സ് തീർന്നിരുന്നു, ബിരിയാണി റൈസ് വാങ്ങിക്കണമായിരുന്നു, അതിനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് അവർ വന്നപ്പോൾ അവനെയും കൂടെ വീട്ടിലേക്ക് വിളിച്ചതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ സ്കൂളിൽ നിന്ന് ലഞ്ച് കഴിക്കാൻ വീട്ടിൽ വന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കുറച്ച് തീർക്കട്ടെ എന്ന് കരുതി സ്റ്റാൻഡേർഡ് 2 വരെ ഞാൻ ഏകദേശം ഫിനിഷ് ചെയ്തു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ സ്കൂളിൽ നിന്ന് നേരെ അടുത്തുള്ള ബേക്കറിയിൽ പോയിട്ട് ഒരു സാൻഡ്വിച്ചും ഒരു ചെറിയ ബോട്ടിൽ പെപ്സിയും വാങ്ങിച്ചിരുന്നു. ഞാനത് കഴിച്ചിട്ട് പകുതി കുടിച്ചിട്ട് കുക്കു സാറിന് കൊടുത്തു. ആ ബോട്ടിൽ അവൻ്റെ കിറ്റിലുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ കടയിൽ പോയിട്ട് വന്നവർ ഒരു വലിയ ബോട്ടിലും 20യുടെ ഒരു ചെറിയ ബോട്ടിലും കൊണ്ടുവന്നു. ആ ചെറിയ ബോട്ടിലേത് ഞാൻ 2 പേർക്കും കൂടെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തു. കടയിൽ നിന്ന് വന്നപ്പോൾ കടിയൊക്കെ ദേ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെയും പോലെ ഞാൻ പഴംപൊരി ഉണ്ടാക്കി നിങ്ങളെ വീണ്ടും ബോറടിപ്പിക്കുന്നില്ല. ബനാനയും ഇല്ലായിരുന്നു കേട്ടോ. ബനാന മേടിച്ചുകൊണ്ട് വന്നിട്ട് വേണമായിരുന്നു പഴംപൊരി ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ എന്തായാലും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതെടുത്ത് ചായ ഇടുന്നതിന് മുമ്പ് ഞാൻ ബിരിയാണിക്കായിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും മാത്രമേ അരിഞ്ഞ് വെച്ചിട്ടുള്ളൂ ഇപ്പം. പക്ഷേ നമുക്ക് സാലഡിന് വേണമല്ലോ. ഞാൻ നോക്കിയപ്പോൾ കുക്കുംബർ ഒന്നും ഇരിപ്പുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു സവാളയും ഒരു തക്കാളിയും ഒരു പച്ചമുളകും കൂടെ സാലഡിനും കൂടെ ഞാൻ അരിഞ്ഞ് വെക്കുക. എന്നാലേ എനിക്കൊരു സമാധാനം ആവത്തുള്ളൂ. രാവിലെ എണീറ്റ് ബിരിയാണിയും വെച്ച് പുട്ടും തിന്നിട്ട് അങ്ങ് നേരെ സ്കൂളിലേക്ക് പോകാമല്ലോ. അങ്ങനെ അതിനായിട്ട് ദേ സവാളയും തക്കാളിയും ഉരിച്ച് സവാളയും തക്കാളിയും ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ സവാളയ്ക്ക് ഞാൻ മുൻപത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എന്ത് കറുപ്പ് നിറവാണ്. നമ്മളത് തൊലി ഉരിച്ചാൽ നമ്മുടെ കൈയും എൻ്റെ നൈഫൊക്കെ മിക്കതും പർപ്പിളും പിങ്കും അങ്ങനെ ലൈറ്റ് കളേഴ്സാണ്. ഇതിലെല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആ ബ്ലാക്ക് കളറാവും. ഞാൻ പിന്നെ അരിയുന്ന സമയത്ത് ആ ബ്ലാക്ക് കളർ അതിൻ്റെ അകത്ത് ഇല്ലാത്തത് ഞാൻ അത് വാഷ് ചെയ്തിട്ട് അരിയുന്നത് കൊണ്ടാണ്. അങ്ങനെ എന്തായാലും ഞാനത് നെഗറ്റീവായിട്ട് പറയുന്നില്ല കേട്ടോ, ഔട്ട് ഓഫ് കൺസേൺ ആയിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ സാലഡിനുള്ള സാധനങ്ങൾ ഞാൻ അരിഞ്ഞു വെച്ചു. ഒരു തക്കാളിയുടെ പീസ് തറയിൽ കിടന്നു. ഞാൻ 50 വട്ടം തുടച്ചതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതെടുത്ത് തിരിച്ച് ഇതിലേക്ക് ഇട്ടത്. പിന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എപ്പോഴത്തേയും പോലെ വൈകുന്നേരത്തെ കറണ്ട് പോയി. ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ട്. പവർ കട്ടിംഗ് ആണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. കറക്റ്റ് കുറച്ച് നേരം ഇതേപോലെ ഒരു അരമണിക്കൂർ കറണ്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ റിംഗ് ലൈറ്റ് കൊണ്ട് വാട്ടർ പ്യൂരിഫയറിൻ്റെ പ്ലഗിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇൻവെർട്ടറിൽ വാട്ടർ പ്യൂരിഫയർ എടുക്കും, മെയിൻ ലൈറ്റും എടുക്കും. അപ്പോൾ റിംഗ് ലൈറ്റ് വാട്ടർ പ്യൂരിഫയറിൻ്റെ അതധികം പവർ എടുക്കത്തില്ലല്ലോ. ആ പ്ലഗ് പോയിൻറ്റിൽ കുത്തിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഇത്രയും കടിയും സാധനങ്ങളൊക്കെ വന്നതുകൊണ്ടും ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ചായയല്ല കോഫിയാണ് ഇടുന്നത് കേട്ടോ. കൊണ്ടുവന്ന സാധനങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ട 2 സുഖീനുണ്ടായിരുന്നു. പിള്ളേർക്ക് 2 പേർക്കുമായിട്ട് 2 പഴംപൊരി ഉണ്ടായിരുന്നു. പിന്നെ പട്ടർക്ക് വേണ്ടിയിട്ട് പട്ടര് മേടിച്ച 2 വടയും ഉണ്ടായിരുന്നു. അങ്ങനെ കോഫി ആയതുകൊണ്ട് ഞാൻ അരിക്കത്തില്ല കേട്ടോ. കോഫി പൗഡർ നല്ല ഫൈൻ ആയിട്ടങ്ങ് പോകും. അത് അരിക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ അകത്തൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഞാൻ കോഫി ഇടുവാണെങ്കിൽ ഞാൻ അരിക്കാറില്ല. പിന്നെ ഈ കപ്സും ചേച്ചി കഴുകിയിട്ട് എടുക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് ഇട്ടിരുന്നു. അതും ഈ കപ്പ് മിക്കപ്പോഴും രാവിലത്തെ കാപ്പി കൂടി കഴിഞ്ഞാൽ ഈ ബ്ലൂ റാക്കിൽ ഇവിടെ ഇങ്ങനെ കമത്തിയായിരിക്കും വെച്ചിരിക്കുന്നത്. ഞാൻ വൈകുന്നേരം വന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നെയാണ് ഈ 2 കപ്പും എടുത്ത് ഞാൻ ആ ഷെൽഫിലോട്ട് വയ്ക്കുന്നത്. എന്നിട്ട് താഴെ ഒന്ന് ക്ലീൻ ചെയ്ത് റാക്കിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ചായ ഇടുന്നത്. ദാറ്റ് മീൻസ് ആ കപ്പ് ഇപ്പോൾ നിവർന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ടാവുള്ളൂ. ആ അത്രയും സമയം ഞാൻ കിച്ചണിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ വൈകുന്നേരം ചായ കുടിച്ച് കഴിഞ്ഞാൽ വീണ്ടും കഴുകി വെക്കുന്ന കപ്പ് രാവിലെ എണീറ്റാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. രാവിലെ എണീറ്റാൽ ഞാൻ ചെയ്യുന്ന കാര്യം ആ ബ്ലൂ റാക്ക് ഞാനാണ് മിക്കപ്പോഴും അത് എംപ്റ്റി ചെയ്യുന്നത്. രാവിലെ ആ റാക്കിൽ കമത്തി വെച്ചിരിക്കുന്ന കപ്പെടുത്ത് വീണ്ടും ഞാൻ നിവർത്തി ഷെൽഫിലോട്ട് വെച്ചിട്ടേ ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും കാപ്പി ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കപ്പ് അങ്ങനെ എടുത്ത് കഴുകാത്തത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സിനിമ കാണാനിരുന്നു. ആൻഡ് വാട്ട് വി വാച്ച്ഡ് വാസ് ബഗാസുരൻ എന്നും പറഞ്ഞിട്ടൊരു മൂവിയായിരുന്നു കേട്ടോ. ഞാൻ FBയിൽ അതിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടിരുന്നു. അപ്പോൾ എനിക്കെന്തോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ വന്ന് സെർച്ച് ചെയ്തതാണ്. അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് പ്രൈമിലൊക്കെ അതിൻ്റെ ഹിന്ദിയേ ഉള്ളൂ. പിന്നെ നോക്കിയപ്പോൾ യൂട്യൂബിലേ ഉള്ളൂ അതിൻ്റെ തമിഴ് ഒറിജിനൽ വേർഷൻ. അങ്ങനെ അതാണ് ഇരുന്ന് കാണുന്നത്. പടം കൊള്ളാമോ എന്ന് ചോദിച്ചാൽ
ടു ആൻ എക്സ്റ്റെൻറ്റ് കൊള്ളാം. അത്രയ്ക്ക് നമ്മളെ പിടിച്ചിരുത്തുന്നതായിട്ടുള്ള സ്റ്റോറി ലൈനൊക്കെ വണ്ടർഫുള്ളാണ്. ബട്ട് എനിക്ക് മേക്കിംഗ് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. പിന്നെ എനിക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പടം ഓക്കെയാണ്. മേ ബി അത് നമ്മളിപ്പോൾ ഈ ഒരുപാട് മൂവീസ് കണ്ട് ഏതാണ്ട് ഒരുവിധം പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. ബട്ട് വൺ ടൈം വാച്ചിന് കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. ഞങ്ങൾ സിനിമ കാണുന്നതിൻ്റെ ഇടയിൽ ഫുട്ബോൾ കളിച്ചിട്ടൊക്കെ തളർന്ന് കുക്കു സാറ് സോഫയിൽ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ മീൻകറിയൊക്കെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് ആക്കിയില്ലേ. അപ്പോൾ കറി വേറൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബട്ടർ റൈസാണ് കേട്ടോ. ഇത് മുട്ടച്ചോറെന്നും പറയാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആൾ കുറച്ചുകൂടെ കഴിക്കും. പണ്ട് പ്ലേ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഇതായിരുന്നു സ്ഥിരം ചെയ്ത് കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത്. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് കടുകിട്ട് ചെറിയുള്ളി അരിഞ്ഞിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് എന്ത് വെജിറ്റബിൾ ആണോ ഇരിക്കുന്നത്, തോരനായാലും കൊള്ളാം, മെഴുക്ക് പുരട്ടി ആയാലും കൊള്ളാം, വീട്ടിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിട്ടോളൂ. ഞാനിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പപ്പായയും പയറും തോരനാണ് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാനൊരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ടു. ഇതൊന്ന് ചിക്കി ആ ഒരു മുട്ട ആ ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് റൈസും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടങ്ങ് കുഴച്ചെടുക്കും. അപ്പോൾ ഓരോ വറ്റിലും ഈ മുട്ടയുടെ ഒരു പേസ്റ്റ് ഇങ്ങനെ കുഴഞ്ഞിരിക്കും. പിന്നെ ബട്ടറിൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പോഴത്തേക്ക് ഇത്തിരി പഞ്ചസാരയും ഒരു നുള്ള് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ, ഒത്തിരി മധുരം ആക്കരുത്, എന്നാലും നേരിയ ഒരു മധുരം ആ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലുള്ളത് കൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിച്ചോളും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ, തട്ടിക്കൂട്ട് പരിപാടി. ഇതിപ്പോൾ ഉണ്ടാക്കിയ ആളിരുന്ന് കഴിച്ചോളൂ. ഓൾറെഡി ഉറങ്ങിപ്പോയതാണ്. ഇനിയിപ്പോൾ എണീപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ലേശം ചൂടോടൊക്കെ വെച്ച് കൊടുത്ത് അവനൊന്ന് ഉണരുമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ഇത് ഇച്ചിരി ആണെന്ന് അവനെ ബോധിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ കുഞ്ഞു പാത്രത്തിൽ ഇത് വെക്കുന്നത്. അവൻ കഴിക്കുന്ന ഇത്രയും തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. ഇന്ന് കടയിൽ പോയിട്ട് വന്നപ്പോൾ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നിരുന്നു. അത് ഫ്രീസറിൽ കൊണ്ട് വെച്ചേക്കുക. അപ്പോൾ അത് ചോദിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നിട്ടാണ് ഈ സിനിമയ്ക്കിടയിൽ ആൾ ഉറങ്ങിപ്പോയത്. പിന്നെ ചോറ് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവനത് ഓർമ്മ വന്നു കേട്ടോ. ചോറൊക്കെ കൊടുത്ത് വായൊക്കെ കഴുകി വെള്ളം കുടിച്ച് ഉണർന്നപ്പോഴത്തേക്ക് അന്നേരം തൊട്ടിരുന്ന് എനിക്ക് ഐസ്ക്രീം വേണം, ഐസ്ക്രീം എടുത്തുകൊണ്ട് വാളിയാന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. നിലുവിന് ചെറിയൊരു കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് അവനും അമ്മയും തൊട്ടിലിൽ ഉറങ്ങാൻ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നിലുവിനെ തൊട്ടിൽ കിടത്തി ഉറക്കാത്ത നമ്മുടെ തൊട്ടിൽ അവൻ വലുതായി. തൊട്ടിൽ ഉണ്ണീശോനേക്കാളും സംഭവം ചെറുതായി പോയതുകൊണ്ട് വെളിയിലത്തെ ഹാമക്കില്ലേ, അതിൽ കിടന്നിട്ടാണ് അമ്മയും നിലു ഉറങ്ങുന്നത്. രണ്ടുപേരും അവിടെ കിടന്നങ്ങ് ഉറങ്ങും. എന്നിട്ടാണ് തിരിച്ചകത്തോട്ട് വരുന്നത്. അപ്പോൾ നിലു അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഐസ്ക്രീം എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ഒരു കരാറിൽ ഇനിയിപ്പോൾ അവൻ ഉറങ്ങത്തില്ല കേട്ടോ, അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ ഉണ്ടാക്കിയ ബൂരിയുടെ ബാക്കി തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ലില്ലിയമ്മച്ചിക്ക് ഒരു പാട്ടുപൂജ ഉണ്ടായിരുന്നു. അമ്മച്ചി അവിടുന്ന് അപ്പവും മുട്ടക്കറിയാണ് കൊണ്ടുവന്നത്. ആ മുട്ടക്കറി ഞാൻ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, എനിക്ക് വൈകുന്നേരം ഇത്തിരി പണി കുറഞ്ഞിരിക്കാനായിട്ട്. അതിലെ ആ മുട്ടക്കറിയാണ് ഇപ്പോൾ എടുത്ത് പൂരിയുടെ കൂടെ ചൂടാക്കി ഇലഞ്ഞു കൊടുക്കുന്നത്. ഞാൻ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ചോറ് തിന്നുകൊണ്ട് എനിക്ക് ചോറ് വേണ്ട കേട്ടോ. വേണ്ടേ, ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് രണ്ടാൾക്കാർ വന്നു. നിലു കുച്ചടി പോവുകയാണ്. ഇന്നിപ്പോൾ ബുധനാഴ്ച എല്ലാവരും ഇതേണക്ക് ഷോളൊക്കെ തലയിലിട്ട് സാരിയൊക്കെ തലയിൽ ചുറ്റി നൊവേനയ്ക്ക് കുരിശടിയിൽ പോകുന്നത് അവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് അമ്മ പിരിവിന് പോയിട്ട് വന്ന് കയറിയപ്പോൾ തന്നെ അമ്മയുടെ തോളിൽ നിന്ന് ഈ ഷോളിങ് വലിച്ചെടുത്തിട്ട് അവിടെ മെനക്കെട്ട് ഇത് തലയിൽ ചുറ്റാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. കുക്കുച്ചേട്ട ഹെൽപ്പ് ചെയ്തെങ്കിലും ഷോളിൻ്റെ നീളം കാരണം കൊച്ചിന് നടക്കാൻ വയ്യാത്ത പോലായി. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് തലയിലിടണം. പള്ളിയിൽ പോകാൻ കുച്ചടിയിൽ പോകാൻ തലയിലിടണം. പള്ളിയും കുച്ചടിയൊക്കെ ഒന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അലപ്പപ്പെടുത്ത് ടാറ്റയും പറഞ്ഞ് പള്ളിയിൽ പോകാനായിട്ട് പോവുക രണ്ടുപേരും കൂടെ. അങ്ങോട്ട് സാരിയും ചുറ്റിപ്പോയത് കന്നാസാണെങ്കിൽ ഇങ്ങോട്ട് സാരിയും ചുറ്റി വന്നത് കടലാസാണ് കേട്ടോ. ഞാൻ കുറച്ച് കഴിച്ച് നോക്കിയപ്പോൾ ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് വരുന്നത് ഉണ്ട്. ഇനി ഇച്ചിരി നേരം ഇങ്ങനെ കുറച്ച് ആക്ഷനൊക്കെ കാണിക്കും. ഞാൻ പറഞ്ഞു, നീ തന്നെ എന്താ ഫുഡ് കൊണ്ട് കൊടുക്കുക. എന്നിട്ട് നിന്ന് കുറച്ച് ചാന്തുപൊട്ട് സ്റ്റൈലിൽ 2-3 ഡയലോഗൊക്കെ അടിച്ചു കേട്ടോ. ഞാൻ കൊണ്ട് കൊടുക്കണോ ചേട്ടന് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഫുഡും കൊണ്ട് രണ്ടുപേരും പോയി. ഇത് നിലുവിനുള്ള അമൃത അമ്മ കാച്ചുന്നതാണ്. ഞാൻ അവിടെ നിന്ന് എന്താ പറയുന്നത്, അമ്മയുടെ ഒരു ബ്രദർ ഇപ്പോൾ ഇസ്രായേലിലുണ്ട്. പുള്ളി വീഡിയോ കോൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ അവിടെ ഇരുന്ന് അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ മാമനെ. അമ്മയും മാമനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിനിടയിൽ വന്ന് ആശാൻ മുട്ട കഴിക്കുന്നുണ്ട് കേട്ടോ. കോഴിമുട്ടയും കാടമുട്ടയും ഒക്കെ പുഴുങ്ങിയത് ഇഷ്ടമാണ്. അപ്പോൾ ആലന് മുട്ടക്കറിയും പൂരിയല്ലേ കഴിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് മുട്ട വേണമെന്നും പറഞ്ഞ് അത് കഴിച്ചുകൊണ്ടിരിക്കുക. ചോറൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ എപ്പോൾ ചോറ് കഴിച്ചാലും ഇവിടെ വന്ന് എന്നോടോ ആലനോടോ ആലൻ്റെ ഫ്രണ്ട്സിനോടോ ഒക്കെ പറയും, നിമ്മല പൊരിച്ചമീൻ തന്നില്ല എന്ന്. കഴിഞ്ഞ ദിവസം ഇവൻ ഫോൺ ചെയ്യുന്ന വീഡിയോയിൽ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ട് സത്യത്തിൽ പിന്നെ എൻ്റെ ഇമോഷണൽ ഓവർഫ്ലോയുടെ ഇടയ്ക്ക് അതൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല.
ഈ പുളിഞ്ചിയളിയൻ എന്ന് പറയുന്നത് ആലൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഒരാളെ ഇവർ കളിയാക്കി വിളിക്കുന്നതാണ്. അവനും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. എബിയും ആലൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ ഈ കുരിശുമൂട്ടിലുള്ള എല്ലാവരെയും പേരാണ് വിളിക്കുന്നത്. ഇക്വാലിറ്റിയിൽ വലിയ വിശ്വാസമുള്ള ആളാണ്. നിലു അമ്മയും ഹാമക്കിൽ കിടന്നുറങ്ങാനായിട്ട് പുറത്ത് പോയി കഴിഞ്ഞിട്ട് ആലൻ ഞങ്ങൾക്ക് ഐസ്ക്രീം സെർവ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ കുക്കു സാറാണ് കിച്ചണിൽ എനിക്കുള്ള ഒരു ബൗളും അവനുള്ളൊരു ബൗളുമായിട്ട് എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ അന്നേരം വന്ന് എൻ്റെ കൈ കൊണ്ട് തന്നപ്പോൾ പറഞ്ഞു, ആലപ്പപ്പ പറഞ്ഞു കുറച്ച് ഇന്ന് കഴിച്ചിട്ട് കുറച്ച് ബാക്കി കഴിക്കാമെന്ന്. എന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ദേ ആലൻ ആ ബാക്കിയുള്ള ബോക്സും എടുത്തുകൊണ്ട് വന്നേക്കുന്നു. പിന്നെ ഞങ്ങൾ വെറുതെ ഇരിക്കുമോ? ഞങ്ങളുടെ ബൗളിലുള്ളതും ആ ബാക്കിലുള്ളതുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ആനയും ഉറുമ്പിനെയും പോലെ വ്യത്യാസമുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അതിനായിട്ടുള്ള വഴക്കാണ് ഈ നടത്തുന്നത്. പിന്നെ ഇങ്ങനെ എനിക്കിട്ടത് കുറഞ്ഞു പോയി, അവൻ ഓൾറെഡി കൂടുതലാണ് ഇട്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ബഹളം വെക്കുന്നത്. പിന്നെ അവസാനം ഞങ്ങൾക്ക് തന്നു കേട്ടോ, കുറച്ചും കൂടെ ഓരോ സ്പൂൺ വീതം രണ്ടുപേർക്കും തന്നിട്ട് പിന്നെ ആലൻ കഴിച്ചു. ബാക്കി കൊണ്ട് ഫ്രിഡ്ജിലും വെച്ചു. ഇപ്പോൾ അവസാനം ഞങ്ങൾ അടികൂടൽ നിർത്തിയത് ഞാനിത് മുഴുവൻ കഴിക്കത്തില്ല, ഞാൻ കുറച്ച് കഴിച്ചിട്ട് ബാക്കി കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചോളാം, നാളെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുക എത്രത്തോളമാണ് കഴിക്കുന്നതെന്ന്. ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. ആൻഡ് ദിസ് ഇസ് തേഴ്സ്ഡേ മോർണിംഗ്, അതായത് ചിൽഡ്രൻസ് ഡേ മോർണിംഗ്. എ വെരി 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 ഹാപ്പി ചിൽഡ്രൻസ് ഡേ ടു ഓൾ ദ കിഡ്സ്. വീഡിയോ കാണുന്നവർക്കും വീഡിയോ കാണുന്ന അമ്മമാരുടെ കുട്ടികൾക്കും എൻ്റെ ചിൽഡ്രൻസ് ഡേ വിഷസ്. ഒരു ദിവസം വൈകിപ്പോയെന്നറിയാം, എങ്കിലും ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട ആ ഒരു ഇമോഷണൽ ഓവർഫ്ലോ എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോയിൽ സത്യം പറഞ്ഞ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ അതിന് എന്ത് പറയണം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. എന്ത് ക്യാപ്ഷൻ ഇടണം, ടൈറ്റിൽ ഇടണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ മതത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഐ ബിലീവ് ഇൻ കോയിൻസിഡൻസസ് കേട്ടോ. ഐ വാസ് അബൌട്ട് ടു പോസ്റ്റ് ദാറ്റ് വീഡിയോ ആൻഡ് അപ്പോഴാണ് പൃഥ്വിരാജിൻ്റെ ആ ഒരു റീൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. എൻ്റെ ഷോർട്സ് ഫീഡിൽ ചുമ്മാ അതങ്ങ് വന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അതിന് വല്ലാത്തൊരു കണക്ഷൻ ഉള്ളതുപോലെ തോന്നി. ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഒരുപാട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അമ്മ ബിരിയാണിക്കുള്ള പപ്പടമാണ് അവിടെ പൊരിക്കുന്നത്. കുക്കറിൽ ഞാൻ ബട്ടറും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എടുത്തിട്ട് അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇടുകയാണ്. സവാള നല്ല രീതിക്ക് ബ്രൗൺ കളറാക്കി എടുക്കണം. പൃഥ്വിരാജ് പറയുന്ന പോലെ പറയാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആ ബൈബിൾ കോട്ടൊന്ന് വായിച്ചോട്ടെ. ഒബദ്യാവിൻ്റെ പുസ്തകം. നീ ചെയ്തതിനൊക്കെയും ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നിന്റെ ഹൃദയത്തിൻ്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെപ്പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം നിന്നെ ഞാൻ താഴെ ഇറക്കും. അത് കേട്ടപ്പോൾ എനിക്ക് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അതിന് ഇപ്പം നിങ്ങൾ തന്നെ കേട്ടപ്പോൾ തോന്നുന്നില്ലേ, ഞാൻ ഇതൊക്കെ തന്നെയല്ലേ അതിലും പറഞ്ഞത്. എൻ്റെ അടുത്ത് ചെയ്തതിന് ഞാൻ ഉറപ്പായിട്ടും അയാൾക്ക് തിരിച്ചു കൊടുക്കും, എപ്പോഴാണെങ്കിലും. അയാൾക്കെന്ന് മാത്രമല്ല, എൻ്റെ അടുത്ത് അന്നേ ദിവസം എന്നെ വേദനിപ്പിച്ചിട്ടുള്ളത് ആരൊക്കെയാണോ എല്ലാവർക്കും. അല്ലാണ്ട് എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അത് ചെയ്തിരിക്കും. മധുരമായിട്ട് തന്നെ ചെയ്യും. എനിക്ക് തന്ന അതേ അളവിൽ തന്നെ ചെയ്യും. എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ നമ്മളെ ഒരു കല്ലെടുത്തെറിയുന്നു. അയാളോട് നമ്മൾ പറയുന്നു എറിയരുത്, എനിക്ക് നോവുന്നു എന്ന്. അയാൾ വീണ്ടും എറിയുന്നു. നമ്മൾ വീണ്ടും പറയുന്നു എനിക്ക് വേദനിക്കുന്നു, എറിയരുതെന്ന്. 3 തവണ പറയുന്നു. കർത്താവിൻ്റെ കണക്ക് 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കണം എന്നാണ്. എനിക്ക് കണക്ക് 3 ഉള്ളൂ. 3ാമത്തെ തവണയും പറയുന്നു ഇനി ഇത് വേദനിപ്പിക്കുന്നു, പ്ലീസ് ഇങ്ങനെ ചെയ്യാതിരിക്കാമെന്ന്. കേട്ടില്ല എങ്കിൽ എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്നെ എറിഞ്ഞ അതേ കല്ലെടുത്ത് എനിക്ക് എവിടെ കൊണ്ടോ അതേ സ്ഥലത്തേക്ക് തിരിച്ചെറിയുക. ചിലപ്പോൾ നമ്മൾ ഈ വായം കൊണ്ട് പറയുന്നത് മനസ്സിലാവാത്ത ആൾക്ക് അവിടെ തന്നെ അതേ അളവിൽ അതേ ഊക്കിലേറ് കിട്ടുമ്പോൾ മനസ്സിലാവും. ദ വേൾഡ് ഈസ് സ്റ്റിൽ റൗണ്ട്. എല്ലാവരെയും ഞാൻ വീണ്ടും വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബിരിയാണിക്കുള്ള അരിയും കൂടെ കുതിർക്കാനിടാം. ഞാൻ 1 ഗ്ലാസ് അരി എടുത്തിട്ട് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം ഈ സ്പോർട്സൊക്കെ വരുമ്പോൾ സ്കൂളിൽ മമ്മി ഡെല്ലേനെയും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഡെല്ലയ്ക്ക് സ്കൂൾ മിസ് ചെയ്താൽ ഡെല്ല സ്കൂളിലേക്ക് വരും, എസ്പെഷ്യലി ഫങ്ഷൻസൊക്കെ ഉള്ള ദിവസം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലഞ്ചിന് ഡെല്ലയും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഡെല്ലയ്ക്കും കുക്കൂനും കൂടെ കൊടുത്തിട്ട് എനിക്കും കൂടെ കഴിക്കാനായിട്ടുള്ള ബിരിയാണി എടുത്തുകൊണ്ട് പോകാനാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. നമ്മൾ വഴറ്റാനായിട്ട് വെച്ച സവാള ഏതാണ്ട് നല്ല മുരുമുര കിരികിരൊക്കെ ആയിട്ടുണ്ട്. ബിരിയാണിയുടെ മേലെ വിതറാനും നമുക്ക് ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ഇങ്ങനെ തന്നെ മുരിഞ്ഞ സവാള വേണമല്ലോ, ഈ ഒരു അളവിൽ മൂത്ത സവാള വേണമല്ലോ. അപ്പോൾ കുറച്ച് സവാള ഞാൻ എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് ഇന്നലെ കീറി അവിടെ ഇവിടെയും 2-3 വരകളിട്ട് വെച്ചിരുന്ന പച്ചമുളകാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ 2 വറ്റൽമുളക്, അത് ബിരിയാണിയുടെ ഇടയ്ക്കെടുത്ത് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഇതെല്ലാം കൂടി ഇട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഈ ഒരു സ്റ്റേജിലോ ഇതിന് മുമ്പോ നമുക്ക് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം.
അരിയും വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഉപ്പിടണം, കാരണം വെള്ളം വരുമ്പോഴത്തേക്ക് ഉപ്പ് കുറയുമല്ലോ. ബാക്കി പൊടികളെല്ലാം തന്നെ നമ്മൾ ചിക്കനിൽ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് ബിരിയാണിയിലേക്ക് ഞാൻ ബിരിയാണി മസാല മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിലുവിൻ്റെ സിർലാക്കിൻ്റെ സ്പൂണാണ്, അതിലൊരു സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഗ്ലാസ് അരിക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ആവാം, ആ ഒരു കണക്കായിരിക്കാം അതിൽ, സംഭവം സിമില. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ യൂഷ്വലായിട്ടുള്ള ലെഗ് പീസിനേക്കാളും ചെസ്റ്റ് പീസിനേക്കാളും വലുതാണ് മന്തിക്ക് മുറിച്ചെടുത്തതുകൊണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു എക്സ്ട്രാ ഒരാളും കൂടെ കഴിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പീസസ് അധികം വേണമല്ലോ, അതുകൊണ്ട് ആ 3 പീസസ് അങ്ങനെ തന്നെ ഇട്ടു. അമ്മ ബിരിയാണി ഒന്നും അങ്ങനെ അധികം ഇഷ്ടപ്പെട്ട് കഴിക്കത്തില്ല കേട്ടോ, മീറ്റിനോടൊക്കെ വളരെ റെയറായിട്ടേ ആൾ. അതുകൊണ്ട് അപ്പുറത്ത് കണ്ടോ നിങ്ങൾ, ചോറ് വെച്ചിട്ടുണ്ട്, ഉണക്കമീൻ ചമ്മന്തിയോ നെത്തോലി ചമ്മന്തിയോ ഒക്കെ ഇടിക്കാനുള്ള പ്ലാനാണ്. ഇതൊന്നും അത്ര താല്പര്യമില്ല, എവിടെയെങ്കിലും ഫംഗ്ഷന് പോയാലും വെള്ളച്ചോറ് വാങ്ങിച്ച് കഴിക്കാനാണ് ഇഷ്ടം. ഇനി നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്നു എന്ന് പറയാൻ പറ്റില്ല, പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു എന്നേ പറയാം. അതിന് ഇങ്ങനെ സമയവും കണക്കൊന്നുമില്ല. നമ്മൾ ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ തൈരിൻ്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു പച്ച നിറമൊന്ന് മാറി ഒന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറായി തുടങ്ങുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിക്കൻ വെളുത്തിരിക്കും ബിരിയാണിയിൽ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരിയും വെള്ളവും, 1 ഗ്ലാസ് കൈമ അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ആ 1/4 ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് വെള്ളം, അത്രയും വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 2 മുട്ടയും കൂടെ പുഴുങ്ങാനിടുന്നുണ്ട്. ഒരു മുട്ട അമ്മ കുക്കുവിന് എപ്പോഴും ചോറിൻ്റെ കൂടെ കൊടുക്കാനായിട്ടുള്ള മുട്ട അമ്മ അരിയുടെ കൂടിയിട്ട് പുഴുങ്ങി എടുക്കുന്നുണ്ട്. അതേ ഓർമ്മയിൽ അമ്മ അരിയുടെ കൂടെ ഒരു മുട്ട ഇട്ടിരുന്നു. അതാണ് നിങ്ങൾ രാവിലെ വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ രാവിലത്തെ സീനിൽ ഒരു മുട്ടയുമായിട്ട് ഞാൻ തിരിച്ച് ഫ്രിഡ്ജിലേക്ക് പോകുന്നത് കണ്ടത്. ആ ഒരു ഗ്ലാസ്സിൽ അമ്മ പുഴുങ്ങിയ മുട്ട ഇട്ട് വെച്ചിരുന്നു. പുഴുങ്ങിയ മുട്ട അമ്മ ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിരുന്നു, അമ്മ മുട്ട ഇട്ടെന്ന് പറഞ്ഞ കണക്കായിപ്പോയി. കുക്കർ എപ്പോഴും ഇതാണെങ്കിൽ എനിക്ക് പണി തരാറുണ്ട്. അതിൻ്റെ ഹാൻഡിൽ അത് ഞാൻ സ്ക്രൂ ഡ്രൈവർ വെച്ച് നന്നായിട്ട് മുറുക്കി. പപ്പടമൊക്കെ അമ്മ അപ്പോഴേക്ക് കാച്ചി കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഈ കുക്കർ വിസിലടിച്ചാൽ ഇവിടെ വേറെ മെസ്സാവത്തില്ല. അപ്പോൾ ഞാൻ അവിടെ അങ്ങ് ക്ലീൻ ചെയ്തു, അല്ലെങ്കിൽ പിന്നെ അതിനും ഞാൻ നേരം കളയണമല്ലോ. എന്നിട്ടാണ് ഞാൻ കാപ്പി വെക്കാനുള്ള പരിപാടികൾ തുടങ്ങിയത്. രാവിലെ വന്ന പാടെ തന്നെ അതൊന്ന് ആയിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാവത്തുള്ളായിരുന്നു. ലേറ്റായി പോയാലും കാപ്പി ഇല്ലെങ്കിലും പോകാമല്ലോ, ബിരിയാണി എടുത്തുകൊണ്ട് പോകേണ്ടതാണല്ലോ. എന്നിട്ട് ഞാൻ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്തു, കാപ്പിയിലേക്ക് വെള്ളം ഒഴിച്ചു. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ എല്ലാ നെയിംസും ഞാൻ ഓർത്തിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, പക്ഷേ എനിക്ക് നിങ്ങളുടെയൊക്കെ പേരറിയാൻ ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് കണക്ഷൻ തോന്നുന്ന കമൻസൊക്കെ വരാറുണ്ട്. അവിടുത്തെ ആ നീല പാടുണ്ടല്ലോ, ഇന്നലെ ആ ചെറുത് മാർക്കർ വെച്ച് വരച്ചതാട്ടോ, അത് തിന്നർ വെച്ച് അവനെ വരച്ചത് തുടച്ച് തരാമെന്ന് അപ്പൻ വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവന് ഒരു പിച്ച് കൊടുക്കാതെ വെറുതെ വിട്ടതാണ്. ഇതിന്ന് ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് തുടച്ച് വെച്ചേക്കാം എന്നാണ് പറഞ്ഞത്. നോക്കണം ഇനി. എണീറ്റ് വന്നു കേട്ടോ, അപ്പോഴത്തേക്ക് രാവിലത്തെ പാലിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു പറയാൻ പറഞ്ഞത് എന്നെ നോക്കി ചിരിച്ചിട്ടങ്ങ് തിരിച്ചു പോയി. താങ്ക് യു ഒന്നും കിട്ടിയില്ല. സാധാരണ താങ്ക് യു പറയും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് ചില കമൻസുമായിട്ട് വല്ലാത്ത കണക്ഷൻ തോന്നും, പക്ഷേ ആരുടെയും നെയിം എനിക്ക് കാണിക്കുന്നില്ല. അതിൻ്റെ അകത്ത് യൂസർ ഐ ഡി പോലെ എന്തൊക്കെയോ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു നിയമോളാണോ, എനിക്ക് അങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. NIA പിന്നെ ഒരു ഹൈഫൻ പിന്നെ കുറച്ച് നമ്പേഴ്സ്, അങ്ങനെയൊക്കെയാണ്. അത് നല്ല സപ്പോർട്ടീവായിട്ടുള്ള കമൻസാണ് ആ കുട്ടി ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തിരിച്ച് പറയുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ പലരുടെ അടുത്തും മെയിലാണോ ഫീമെയിലാണോ എന്ന് തന്നെ ഒരു കൺഫ്യൂഷൻ എനിക്ക് വരാറുണ്ട് കേട്ടോ. കാരണം എനിക്കത് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഡോക്ടർ LSB എന്ന് മാത്രമൊക്കെ എനിക്ക് കാണിക്കുന്നത്. സോ ഇഫ് യു ഹാവ് ടൈം, വീഡിയോസ് കാണുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ നെയിം ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടേക്കാവോ. ഞാനപ്പം എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ബിരിയാണി വീഡിയോയുടെ താഴെ വന്നിട്ട് നോക്കാമല്ലോ, എനിക്ക് ആരാണ് ഇയാൾ എങ്ങനെയാണെന്നുള്ള കണക്ഷൻ എനിക്കറിയാമല്ലോ. നിങ്ങളുടെ യൂസർ ഐ ഡി ഒന്നും മാറ്റാനായിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടേക്ക് കേട്ടോ, നിങ്ങളുടെ നെയിംസ് എനിക്കറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എന്നിട്ട് ഇവിടെ എല്ലാം ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ സാലഡിന് അരിഞ്ഞ് വെച്ചതിലേക്ക് ബാക്കിയുള്ള തൈരും കൂടെ ചേർത്ത് ലേശം ഉപ്പും വെള്ളം ഒഴിച്ച് അത് ഇച്ചിരി ഒന്ന് നീട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് കട്ടയ്ക്ക് നമുക്ക് വേണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഗോതമ്പ് പുട്ട് രാവിലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അമ്മ. ആലന് ഇന്നലത്തെ ബാക്കി മീൻകറി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് അവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. ഫ്രിഡ്ജിലിരുന്ന ചെറുപഴം ഞാൻ ഇവിടെ ബാസ്ക്കറ്റിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനും കുക്കുമൊക്കെ പഴവും കൂട്ടി കഴിച്ചോളും. അമ്മയും പഴവും കൂട്ടി കഴിക്കും. ഓഫ് കോഴ്സ് നിലുവും പഴവും കൂട്ടി കഴിക്കും. നിലുവിന് ഒത്തിരി പഴത്തിൽ ഒരു ഇത്തിരി പുട്ടിട്ട് കുഴച്ച് കൊടുക്കും.
സ്പോർട്സ് ഡേ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണം എന്നാണ്. അത് മാത്രമല്ല ഇന്നെനിക്ക് കുറച്ചധികം സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. നമ്മൾ ഈ ഗെയിംസ് അമ്മ കതക് അടയ്ക്കുന്ന സൗണ്ടാണ് കേട്ടോ. അത് കതകൊന്ന് തള്ളി കൊടുത്താലേ അടയത്തുള്ളൂ. മഴ വന്നാൽ അതിന് ചെറിയ പാടാണ് അടയാനായിട്ട്. അപ്പോൾ എനിക്ക് ഈ സ്റ്റാൻഡ് കൊണ്ടുപോകണം. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൈ വേദനിച്ചു. നമ്മൾ സ്കൂളിൻ്റെ FB പേജുണ്ട്, അല്ലാതെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അവിടെ നമ്മൾ എല്ലാ ഇവൻറ്റ്സിൻ്റെയും ഒരു വീഡിയോ ചെയ്തിടും. അതും ഞാൻ തന്നെയാണ് ചെയ്തിടുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഈ ബ്രേക്ക് എടുത്തു എന്ന് പറഞ്ഞ ദിവസം ഞാൻ ചുമ്മാ ഇരുന്നെങ്കിലും അതിനിടയിൽ എനിക്ക് ഈ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂളിലെ വീഡിയോ ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ കഴിഞ്ഞ തവണ ഫോണിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് കൈ വേദനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് കറക്റ്റ് ക്ലിപ്പ് അങ്ങനെ നമുക്ക് വെച്ചിരിക്കാം. നല്ല മൊമെൻറ്റ്സൊക്കെ നമുക്ക് കിട്ടും ഈ തവളച്ചാട്ടത്തിൻ്റെ ഇടയിലും വൺഗടി മത്സരത്തിൻ്റെ ഇടയിലും ഒക്കെ. പക്ഷേ അന്നേരമൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം ക്യാമറ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കലിനുള്ള ബോട്ടിൽസ് കുറച്ച് കൊണ്ടുപോകുന്നുണ്ട്. പിക്കിംഗ് അപ്പ് പെബിൾസിന് വേണ്ടിയിട്ട് അവർക്ക് പെബിൾ വാരി ഇടാനായിട്ടുള്ള ബോക്സസ് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ആലനായിരിക്കും ഡ്രോപ്പ് ചെയ്യുന്നത്. 2 വീലർ എടുക്കത്തില്ല, ഇതെല്ലാ സാധനങ്ങളും കൂടെ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട്. 2 പേര് പാലിനായിട്ട് വന്നതാണ്, ഫുഡിനായിട്ട് വന്നതല്ല. നിലു പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ പാലെവിടെ മമ്മാന്ന് ചോദിച്ചിട്ടാണ് കുക്കു സാറ് വന്നത്. അങ്ങനെ പാലൊക്കെ കുടിച്ചിട്ട് പോയി. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ മുട്ട അവിടെ എടുത്ത് സിങ്കിലോട്ടല്ല ഇട്ടത്, കുക്കറിൻ്റെ അടപ്പ് അവിടെ ഉണ്ട്, അതിലേക്കാണ് വെച്ചത്. ഇനി നാളെ ചിലപ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്തിട്ട് പറയും. അപ്പോൾ അതിനി അവിടെ വെള്ളം ഒഴിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒഴിച്ചത് ഒരടപ്പ് ബിരിയാണി എസൻസ് ആണ് കേട്ടോ. ഒരടപ്പ് തികച്ചില്ല. ആ അടപ്പിൽ ഒരു 1/4 ഭാഗം ബിരിയാണി എസൻസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ മേലിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും പിന്നെ ഇപ്പോൾ വറുത്ത നട്ട്സും പ്ലംസ് അല്ല റൈസൻസ്, എപ്പോഴും നട്ട്സും പ്ലംസ് എന്നതൊരു കോമ്പിനേഷനായിട്ട് അങ്ങ് വരിക. എന്നിട്ട് എഗ്ഗും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇത് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇന്ന് 2-3 ടിഫിനിലായിട്ടൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല. കാരണം എനിക്കും ഡെല്ലയ്ക്കും കുക്കൂനും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോഴും ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ട് ആവശ്യത്തിലധികം ബിരിയാണിയും റൈസും എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ബിരിയാണിയുടെ പരുവമൊക്കെ കണ്ടല്ലോ. ചെയ്ത് വരുമ്പോൾ ഓക്കെ ആവൂടെ. കുഴഞ്ഞു പോയാലും ഡ്രൈ ആയി പോയാലും നിങ്ങളൊരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൈൻഡ് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പറയും ഇത്രയും വെള്ളം മതി, അല്ലെങ്കിൽ അരിയുടെ കൂടെ ഇത്രയും വെള്ളം വേണ്ട, അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ പൊതിക്കെട്ടൊക്കെ കഴിഞ്ഞു. ന്യൂസ് പേപ്പറൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു കവർ എടുത്ത് മുറിച്ച് അങ്ങനെ അങ്ങ് പൊതിഞ്ഞെടുത്തു കേട്ടോ. ഇവിടെ ന്യൂസ് പേപ്പർ വരുത്തത്തില്ല. ലില്ലിയംച്ചിയുടെ അവിടെ ന്യൂസ് പേപ്പർ വരുത്തുന്നത് നിർത്തി. എല്ലാവരും ഇപ്പോൾ ന്യൂസ് ചാനൽസൊക്കെ ഫോണിലുണ്ട്, TV-യിലൊക്കെ അല്ലേ കാണുന്നത്. അങ്ങനെ എന്നിട്ട് സാലഡ് ഒരു ഡബ്ബയിലെടുത്തു കേട്ടോ. സാലഡ് കുറച്ചധികം വേണം കുക്കൂന്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടിനുള്ള മീൻകറി, ആലന് കഴിക്കാനുള്ള പുട്ടിൻ്റെ കൂടെ കഴിക്കാനുള്ള മീൻകറി അവനിൽ വെച്ച് ചൂടാക്കി എടുത്തു. പിന്നെ പുട്ടും പഴവും എല്ലാം ഇവിടെ എടുത്ത് വെച്ചു. ഇനി ഇതെടുത്ത് കഴിച്ച് കുക്കൂനും വാരി കൊടുക്കാനുള്ള സമയം എനിക്ക് ഇല്ലാതെയായി. അതുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് 2 പേർക്കും വാരി തരും കേട്ടോ. സ്നാക്സ് എടുത്ത് വെച്ചില്ലെങ്കിൽ ഇന്ന് കൊലപാതകം നടക്കും. ഇന്നിപ്പോൾ രാവിലെ സ്കൂളിൽ ചെല്ലുന്ന ഉടനെ തുടങ്ങും ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോന്ന് വീതം എടുത്ത് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇന്നലെ സ്പോർട്സ് ആയതുകൊണ്ട് എൻ്റെ റണ്ണിങ് റേസ് താരത്തിന് കുടിക്കാനായിട്ട് പെസ്പി, അപ്പം പണ്ട് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, പെസ്പി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതുമൊക്കെ എടുത്ത് വെച്ചു. ഞാൻ റെഡിയാവുന്നതിൻ്റെ ഇടയിൽ തന്നെ അമ്മ എനിക്കും കുക്കൂനും പുട്ടൊക്കെ തന്നു കേട്ടോ. കഴിച്ച് കഴിഞ്ഞു ഞാൻ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫുട്ട്. എനിക്ക് കിടന്ന് ഓടാനുള്ളതുകൊണ്ട്. എന്നിട്ട് മുടിയൊക്കെ കെട്ടി ആസ് യൂഷ്വൽ കുറച്ച് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് നമുക്കിനി ഇവിടെ നിന്നുള്ള കുപ്പിയും പാട്ടയും സ്റ്റാൻഡും ഒക്കെ വാരിപ്പറക്കി സ്കൂളിലേക്ക് പോവാം. ഇന്നും നിങ്ങളെ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. നിലുവും അമ്മയും കൂടെ ലില്ലിയംസിൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. അമ്മേനോട് നിലുവിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞെങ്കിലും അമ്മ മറന്നുപോയി. അമ്മ ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവൻ കരയാതിരിക്കാനായിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഞാൻ കാർ ഇറക്കാനായിട്ട് ഗേറ്റ് തുറന്നപ്പോഴത്തേക്ക് ലയണൽ നടന്നു പോകുന്നു. എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് കേട്ടോ, നമ്മുടെ തൊട്ട് ബാക്കിലാണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ മോനും കൂടെ. അപ്പോൾ ഞാൻ ലയണലിനെയും വിളിച്ചു. എന്തായാലും നമ്മൾ ഇങ്ങനെ അങ്ങ് പോവല്ലേ, ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ലയണലിനെ ഇരുത്തിയിട്ട് ഞാൻ 2 എണ്ണത്തിന് നോക്കാൻ പോയതാണ്. അപ്പോഴേക്ക് വരുന്നു കൊക്കണ വണ്ടിയായിട്ട് 2 പേരും. അങ്ങനെ നിലുവിനെയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ ഇറക്കിയിട്ട് ആലും നിലുവിനും കൂടി ഇങ്ങ് തിരിച്ചു വരാമല്ലോ. അങ്ങനെ ഞങ്ങളിതേ സ്കൂളിലേക്ക് പോവുകയാണ്. അമ്മയും എത്തിയിട്ടുണ്ട്. ഇനി ഗേറ്റ് അമ്മ അടച്ചോളും, അല്ലെങ്കിൽ ആൻ്റണി കയറി വരും. ആൻ്റണിയും പുഷ്പലതയും ഒക്കെ ഉണ്ട്. ഡോഗ്സാണ് കേട്ടോ പുറത്തുള്ള. ആലിനെ തിരക്കി ഇങ്ങ് അകത്ത് കയറി വരും. അതുകൊണ്ട് അമ്മ ഗേറ്റ് അടയ്ക്കും. അങ്ങനെ ഞാൻ സ്റ്റാൻഡ് എടുക്കാൻ തിരിച്ച് വന്നിട്ട് സ്റ്റാൻഡും കൂടെ എടുത്ത് വണ്ടിയിൽ കയറി പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ റോഡിൻ്റെ കണ്ടീഷൻ. രാത്രിയാണ് വരുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോഴത്തേക്ക് എയറിൽ കൂടെ പോകാം കുറച്ച് ദൂരം. പിന്നെ അഥവാ ഏതെങ്കിലും വണ്ടിക്ക് സൈഡ് കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു പോകുന്ന അതേ വീതിയിൽ റോഡുണ്ട് എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോയാൽ കടത്താഴെ കിടക്കും.
കാരണം ഇടയ്ക്ക് ചില പോർഷൻസിൽ നല്ല ഉള്ളിലോട്ടാണ്, കുറച്ചൊക്കെ അങ്ങ് റോഡ് കടൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വേണം ഇതിലേക്ക് വരാനായിട്ട്. റോഡിൻ്റെ സ്ഥിതി നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ ഈ ഇടവഴി കൂടെ പോയിട്ടാണ് ഞങ്ങൾ സ്ഥിരം സ്കൂളിലെത്തുന്നത് കേട്ടോ. കടയുടെയും ആ വീട്ടിൻ്റെയും മതിലിൻ്റെ ഒരു ഇടവഴിയുണ്ട്. പക്ഷേ കാർ അതിലേ പോകത്തില്ല. അതുകൊണ്ട് ഞങ്ങളിത് ഇങ്ങനെ കറങ്ങിയാണ് പോകുന്നത്. അവിടെ രാവിലെ മരം തള്ളിയതിൻ്റെ മീൻ വിക്കലൊക്കെയാണ് നടക്കുന്നത്. ഇത് സെയിൻറ്റ് ആൻ്റണി കുരിശടി. ഇവിടുന്ന് അകത്തോട്ടാണ് നമ്മുടെ സെമിത്തേരി. ഓൾ സോൾസ് ഡേയുടെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. സെമിത്തേരി കഴിഞ്ഞാൽ മഠമാണ്, OLHC കോൺവെൻറ്റ്. പണ്ട് കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ അമ്മ മഠത്തിൽ കൊണ്ടാക്കും എന്നും പറഞ്ഞ് പേടിപ്പിക്കുന്ന കോൺവെൻറ്റാണിത്. കോൺവെൻറ്റ് കഴിഞ്ഞാൽ നേരെ എതിർവശത്തായിട്ട് അകത്തേക്കുള്ള റോഡ്. നേരെ പോയാൽ രവിപുരം ജംഗ്ഷൻ എത്തും കേട്ടോ. ഈ റോഡ് കുറച്ച് മുമ്പോട്ട് പോയാൽ ആ ഒരു സ്കൂട്ടി വളഞ്ഞ് വന്ന വഴി ഇവിടുന്ന് വീണ്ടും തിരിയുക. അങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ബോർഡ് കാണാം. ഇതാണ് നമ്മുടെ ചെറിയ സ്കൂൾ. ഇതിന് മുമ്പത്തുള്ള വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ, വീഡിയോ ആയിട്ട് ഇത്ര അടുത്താണ് സ്കൂൾ. അങ്ങനെ ഞങ്ങളിത് സ്കൂളിലെത്തി. അത് ഡാഡയും മമ്മിയുടെയും കാറാണ് ആ കിടക്കുന്നത്. ഇനി ഈ സാധനങ്ങളൊക്കെ പിറക്കി നമുക്ക് സ്പോർട്സ് തുടങ്ങാം. റണ്ണിങ് റേസ് എല്ലാ ക്ലാസ്സസിനും ഉണ്ട് കേട്ടോ. പ്ലേ ക്ലാസ്സിനും LKGക്കും UKGക്കും എല്ലാം റണ്ണിങ് റേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഗെയിംസ് ഓരോ ക്ലാസ്സിലെ ബോയ്സിനും ഗേൾസിനും ഓരോന്നോരോന്നായിട്ടാണ് വെച്ചേക്കുന്നത്. നമുക്കിതെല്ലാം നടത്തി തീർക്കേണ്ടത് ഇന്ന് വൈകുന്നേരത്തിനകത്ത് വെച്ച്. അപ്പോൾ പ്ലേ ക്ലാസ്സിന് പിക്കിംഗ് അപ്പ് പെബിൾസ്, LKG ഗേൾസിന് മാച്ചിങ് ദ സെയിം, ബോയ്സിന് കളക്ടിങ് സ്റ്റോൺസ്, അങ്ങനെ പല പല ഗെയിംസ്. ഇത് പ്ലേ ക്ലാസ്സിലെ ആൾക്കാരാണ് കേട്ടോ ഇപ്പോൾ ഓടിയത്. കുക്ക് സാറിൻ്റെ ഓട്ടം മാത്രം ഞാൻ ഫുൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. ബാക്കിയുള്ളവരുടേത് ഞങ്ങളെടുക്കും. കാരണം എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ ഫസ്റ്റ് ആരെത്തിയതാണ് ഫോട്ടോ ഫിനിഷിങ്, ഞങ്ങളുടെ ഫോട്ടോ ഫിനിഷിങ് 3rd അമ്പയർ. അത് പക്ഷേ ഞാൻ അത് കയ്യിൽ സേവ് ചെയ്ത് വെക്കത്തില്ല, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. കുക്കു സാറിൻ്റെ മാത്രം ഞാനിപ്പോൾ എടുത്ത് കാണിക്കാം. ബാക്കിയുള്ളതൊന്നും ഞാൻ വെക്കത്തില്ല കേട്ടോ. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുമില്ല. പിന്നെ ചിലപ്പോൾ ജഡ്ജ്മെൻറ്റ്സ് വരും, അയ്യോ ഇയാൾ രണ്ടാമത് വന്നു, അയാൾ ആദ്യം വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ തൊപ്പിയും കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നത് ദേവക്കാണ് കേട്ടോ. പളനി പോയിട്ടൊക്കെ വന്നതാണ്, നല്ല സ്റ്റൈലിലൊക്കെ. ഇതിൻ്റെ അകത്ത് പട്ടുപാവാടയും പിന്നെ ഫുൾ ഫ്രോക്കും കോട്ടൺ സ്യൂട്ടും ഒക്കെ ഇട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പാവങ്ങൾക്ക് ഓടാനും പോലും പറ്റിയില്ല മര്യാദയ്ക്ക്. ആ ഡാർക്ക് ബ്ലൂ സാരി ആലൻ്റെ മദറാണ് കേട്ടോ. ഞാൻ മമ്മി എന്ന് പറയുന്ന എൻ്റെ മദർ ഇൻ ലോ. പിന്നെ ആ ടീഷർട്ട് ഡെല്ല. കുക്കു സാർ ഓടി ഫസ്റ്റ് എത്തി. കുക്കു സാറിന് ഓട്ടത്തിന് ഫസ്റ്റ് ഉണ്ട്. പിന്നെ ബൺ ബൈറ്റിങ്ങിന് 3rd ആയിപ്പോയി കേട്ടോ. നീളം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൊച്ചിന് ബൺ ബൈറ്റിങ്ങിന് 3rd കിട്ടിയുള്ളൂ. 3rd 4th ഒക്കെ പിന്നെ നമ്മളെ ഒരു 2-3 പ്രാവശ്യം നമുക്ക് അവരെ ഓട്ടിക്കേണ്ടി വരും. എല്ലാവരും ഒരേ പവറിൽ ഇങ്ങ് ഓടിയങ്ങ് എത്തും കേട്ടോ. കറക്റ്റ് എങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട് കൂടി മനസ്സിലാവുന്നില്ലായിരുന്നു ആരാണ് ഫസ്റ്റ് വന്നതെന്നുള്ളത്. പിന്നെ ഒരു 2nd റൗണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം സെറ്റായി. പിന്നെ ആദ്യം ഓടിയ ആൾക്ക് കുറച്ചുകൂടെ വാശി കയറി നന്നായിട്ട് ഓടിയായിരുന്നു. ബാക്കി മത്സരങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ത്രിമൂർത്തികൾ ഇവിടെ ചില്ല് ഔട്ട് ചെയ്യുകയാണ് കേട്ടോ. കുക്കു സാർ ഇനി ക്ലാസ്സിൻ്റെ ഭാഗത്തേക്കൊന്നും പോകത്തില്ല. ഡാർലും ഡെല്ലയായിട്ട് ഇവിടെ തന്നെ കാണും. ആലൻ്റെ സിസ്റ്ററിൻ്റെ പിള്ളേരാണ് ഡാർലും ഡെല്ലയും. ആലൻ്റെ ഫാദറാണ് നമ്മുടെ പ്രിൻസിപ്പൾ, അവിടെ മൈക്കുമായിട്ട് നിൽക്കുന്നത്. ആ ഡാർക്ക് ബ്ലൂ ടീഷർട്ട് ആൻഡ് ബ്ലാക്ക് പാൻസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് സ്ഥിരമായി അപ്ഡേറ്റ് ചെയ്യുന്ന ട്രീസൈഡ്, എൻ്റെ ട്രീസൈഡ് നിയോറയാണ്. നിയോ എന്ന് വിളിക്കുന്ന നിയോറ. പിന്നെ ഫ്രോക്ക് ജമ്പ്. ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ സ്റ്റൈൽ പോലീസാണ് കേട്ടോ ഇവരൊക്കെ. ഇത് കുക്കു സാറിൻ്റെ ക്ലാസ്സിലെ ഗേൾസായിരുന്നു കേട്ടോ. ലെമൺ ആൻഡ് സ്പൂൺ അവർക്കായിരുന്നു. പിന്നെ 3rd സ്റ്റാൻഡേർഡിന് ത്രെഡിങ് ദ ബീഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കൊരു കമൻ്റ് ഇല്ലായിരുന്നോ, വിക്ടോറിയ ഹോസ്പിറ്റലിൽ സാനിയ രാജേഷ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കിടന്നിരുന്നു, അപ്പോൾ പേര് ചോദിച്ചു, മിസ്സിനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചു. ആ സാനിയാണ് റൈറ്റിൽ നിന്ന് 3ാമത് നിൽക്കുന്ന ആ ജീൻ്റെ ഷർട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് സമയം എടുത്തു കേട്ടോ. പാവങ്ങൾ അത് തുടങ്ങാനുള്ള വിസിലിൽ നോക്കി നിന്നതാണ് ഇത്ര നേരം. അറ്റമൊക്കെ ഷാർപ്പാക്കി വെച്ചിട്ട് ഈ താഴത്ത് കെട്ടിട്ടിട്ട് മുത്തിട്ടിട്ട് പിന്നെ അത് പൊക്കുമ്പോഴത്തേക്ക് മുത്ത് അതിൽ കൂടെ പോകുന്നായിരുന്നു. അപ്പോഴാണ് അത് ആക്ച്വലി കെട്ടിടണ്ട, നൂലിൻ്റെ അകത്താക്കിയിട്ട് 2 സൈഡും പിടിച്ച് പൊക്കിയാലും മതി. പിന്നെ അത് പറഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നല്ല രീതിയിൽ ചെയ്തു. ഇത് പ്ലേ ക്ലാസ്സിൻ്റെ പിക്കിംഗ് അപ്പ് ദ പെബിൾസ് ആണ് കേട്ടോ. ആ ഒരു ബോക്സ് കൊടുത്തിട്ട് പെബിൾസ് നമ്മൾ താഴെ ഇട്ടിട്ടുണ്ട്, അത് പെറുക്കിയെടുക്കണം. ഇത് ഇടയ്ക്കുള്ള ഞങ്ങളുടെ എന്താ പറയുന്നത് ബ്രേക്ക്, ഒരു ഷോർട്ട് ബ്രേക്ക്. ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് പഫ്സൊക്കെ മേടിച്ച് തന്നിരുന്നു മമ്മി. പിന്നെ മിറിൻഡയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് 3rd സ്റ്റാൻഡേർഡ് ബോയ്സിൻ്റെ ബലൂൺ ചോട്ടിപ്പൊട്ടിക്കൽ മത്സരമാണ്. വൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഹാഫ് സ്ലീവ്സ് നമ്മുടെ നോയാണ്, ഞങ്ങളുടെ ഗോഡ് ചൈൽഡ്. അവന് ഇതിൽ 2nd 3rd മറ്റോ വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ മ്യൂസിക് ഉണ്ട് കേട്ടോ. പക്ഷേ കോപ്പിറൈറ്റ് കാരണം എനിക്കത് കേൾപ്പിക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത് വീണ്ടും കുക്കു സാറിൻ്റെ ക്ലാസ്സിൻ്റെ ബൺ ബൈറ്റിങ്. ഇപ്പുറത്തെ സൈഡിൽ പിടിച്ചിരിക്കുന്നത് ഡാരലാണ് കേട്ടോ. ഇവന് ഇടയ്ക്കിടയ്ക്ക് ഡാരലേ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ നോക്കാതെ, ഈ കുക്കുവിനെ നോക്കുന്നില്ല, അവൻ ആരെയും നോക്കാതെ ഈ റൂഫിൻ്റെ മേലേക്ക് നോക്കിയിട്ട് അത്രയും എന്താ പറയുന്നത്
സത്യസന്ധതയോടെയാണ് അവനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാരിൽ അത് പൊക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് അവസാനം ആരും കടിക്കാണ്ടായപ്പോൾ ഞങ്ങൾ താഴ്ത്തി വെച്ചിട്ട് ആദ്യം ബണ്ണ് കടിച്ചെടുക്കുന്ന ആൾക്കെന്നാക്കി പ്രൈസ്. പിന്നെ ഇത് പോക്കറ്റ് ദ ബോളാണ്. ഇത് അലൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് ഇവാൻ ക്രിസ്. അവൻ കറക്റ്റായിട്ട് ഒരു 2 തവണയും അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് 3 എറി വീതം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വീഴ്ത്തിയ ആൾക്കാരെ മാത്രം നിർത്തിയിട്ട് ഡിസ്റ്റൻസ് കുറച്ചുകൂടെ കൂട്ടിയിട്ട് അങ്ങനെ മിക്ക ഗെയിംസിനും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വീതം നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നമ്മുടെ മെറിറ്റ് ഡേയിലോ എക്സിബിഷൻ ഡേയിലോ ഒക്കെ ആയിരിക്കും, ഇപ്പോഴായിരിക്കില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റിസൾട്ട്സ് നാളെ ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കും. ഒരു കോപ്പി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ പരിപാടികളൊക്കെ. അങ്ങനെ 4th സ്റ്റാൻഡേർഡ് ബോയ്സിൻ്റെ എയിമിംഗ് ദ ടാർഗറ്റാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലും അവന്മാരെല്ലാവരും എറിഞ്ഞ് താഴെ വീഴ്ത്തി ഒരു 2-3 റൗണ്ടൊക്കെ നടത്തി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വിന്നേഴ്സിനെയൊക്കെ തപ്പിയെടുത്തു. ഉച്ച കഴിഞ്ഞിട്ട് ഇനി മെമ്മറി ടെസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വിഷ്വൽസ് ഞാൻ ആക്ച്വലി എടുത്തില്ല, ബിക്കോസ് അത് ക്ലാസ്സസിലായിരുന്നു നടന്നത്. ഇത്രയും നേരം വെയിലത്ത് നിന്നിട്ട് തന്നെ എൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരുന്നു. ലഞ്ച് കഴിച്ച് ഒരുപാട് വെള്ളവും കുടിച്ച് മമ്മിയുടെ കയ്യിൽ നിന്ന് പാരസിറ്റാമോൾ ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചിട്ട് ഞാൻ അവിടെ പോയി കിടന്നു ഉച്ച കഴിഞ്ഞിട്ട്. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ക്യാമറ വെച്ചിട്ട് ഞാൻ വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരുന്നപ്പോഴത്തേക്ക് ഇത് വിജയാനന്ദാണ് കേട്ടോ. പിന്നെ അതുലാണ് ഇപ്പോൾ ഇത് തട്ടിയിട്ടത്. ഇത് തിരിഞ്ഞ് കിടക്കുന്നത് ഞാൻ പിന്നെ നോട്ടീസ് ചെയ്തിരുന്നു. പിന്നെ ഇപ്പോഴാണ് എനിക്ക് ആളെ കിട്ടിയത്. അതിലാണ് പാവം പേടിച്ചു പോയി. അവിടെ സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് പോകുന്നത് റിച്ചു ആണ് കേട്ടോ. മമ്മി അവനോട് പറയുമായിരുന്നു, നീ ക്രിസ്മസ് പ്രോഗ്രാമിന് ഇതിട്ടിട്ട് വരണേ ഡാൻസ് ചെയ്യാനെന്നൊക്കെ. പിന്നെ ഈ ക്യാമറ തിരിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് നേരെ തിരിച്ചു വെച്ചിട്ടാണ് ബാക്കി എടുത്തത്. അപ്പോഴേക്ക് 2-3 മത്സരങ്ങൾ അവിടെ കഴിഞ്ഞു. ഇത് മാച്ചിങ് ദ സെയിം ആണ് ഫോർ LKG ഗേൾസ്. പിന്നെ ഏറ്റവും ലാസ്റ്റായിരുന്നു നമ്മുടെ 4th സ്റ്റാൻഡേർഡുകാരുടെ ഫില്ലിംഗ് ദ ബോട്ടിൽ വെച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ എല്ലാം വെള്ളമാക്കിയിട്ട് പിന്നെ ഇവരെല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചെളിയാക്കും മൊത്തം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ലഞ്ച് കഴിക്കാനിരുന്നു. അപ്പോൾ ഡാരലും വന്നതുകൊണ്ട് ഞാൻ ബിരിയാണിയിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്തിട്ട് ഡാരലും എല്ലാം കൊണ്ടുവന്ന ലഞ്ച്, അത് കുക്കുസാറിൻ്റെ കിറ്റ് പോലത്തെ കിറ്റ് തന്നെയാണ് അവിടെ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ പർച്ചേസൊക്കെ. അതിന്ന് ഞാൻ ചോറും മീൻകറിയും ചാള പൊരിച്ചതും ക്യാരറ്റ് തോരനും ഒക്കെ ആയിരുന്നു എനിക്ക് ലഞ്ചായിട്ട് കിട്ടിയത്. അവർ 3 പേരും കൂടെ ബിരിയാണിയൊക്കെ കഴിച്ചു. 3 പേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. തലവേദന ആയതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല, ഞാൻ പോയി കിടന്നു. ആ സമയത്ത് ഇവർ 3 പേരും ഇവിടെ ഇതായിരുന്നു പരിപാടി. ഇനി മമ്മീൻ്റെ ഡാഡിയെ ഞങ്ങളെ വീട്ടിലേക്കാക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിനി നാളെ കാണാം. ബൈ.